യഥാർത്ഥത്തിൽ അവരിൽ നിക്ഷിപ്തമായ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നൽകുന്ന ലിസ്റ്റിൽ നിന്നും 3 ആളുടെ ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ നിന്നും ഗവൺമെൻറ്റാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആ തീരുമാനത്തിന് സാങ്കേതികമായ എന്തെങ്കിലും തടസ്സം ആരും ഉന്നയിച്ചിട്ടില്ല. പിന്നെ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് അദ്ദേഹം കൂത്തുപറമ്പ് വെടിവെപ്പുമായിട്ട് ബന്ധപ്പെട്ട സന്ദർഭത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരാളാണെന്നാണ്. ആ സംഭവത്തിൽ എല്ലാവർക്കും അറിയാം. അന്നത്തെ ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള കടന്നാക്രമണം നടത്തുന്ന നേതൃത്വം കൊടുത്തത് ഇവിടെ തളിപ്പറമ്പ് DYSP ആയിരുന്ന ഹക്കീം ബത്തേരിയായിരുന്നു എന്ന്. ഹക്കീം ബത്തേരിയും ടി ആൻ്റണിയും അവർ രണ്ടും ചേർന്നുകൊണ്ടാണ് ഈ രീതിയിലുള്ള ഒരു വർക്കിലേക്ക് എത്തിയിട്ടുള്ളത് എന്നാണ് കോടതി തന്നെ നിരീക്ഷിച്ചിട്ടുള്ളത്. അത് 3 പേരുടെ പേരുകൾ പരിഗണിച്ചാണ് തീരുമാനിച്ചിട്ടുള്ളത്. അത് രാഷ്ട്രീയമായി കൈക്കൊണ്ട തീരുമാനമല്ലല്ലോ, ഗവൺമെൻറ് കൈക്കൊണ്ട തീരുമാനമാണ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ക്രമസമാധാന ചുമതലയടക്കം നിർവഹിക്കുന്ന പോലീസ് സംവിധാനത്തിൻ്റെ തലപ്പത്തേക്ക് വരുന്ന ആളുടെ യോഗ്യത സംബന്ധിച്ച് ഇന്നത്തെ പരിഗണന അത് രവതാ ചന്ദ്രശേഖരന് കൊടുക്കണമെന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. പോലീസ് നിയമനവും അതിൻ്റെ നിയന്ത്രണങ്ങളും അതിൻ്റെ ഉന്നതാധികാരത്തിലുള്ള സ്ഥാനത്തുള്ളവരെ നിയമിക്കാൻ, പ്രത്യേക DGP, IG തുടങ്ങിയിട്ടുള്ള രംഗങ്ങളിലൊക്കെ നിയമിക്കാനുള്ള അധികാരം ഗവൺമെൻറ്റിനുള്ളതാണ്. അതിലൂടെ നിയമങ്ങളും ചട്ടങ്ങളുമുണ്ട്, പരമ്പരാഗതമായിട്ടുള്ള നടപടിക്രമങ്ങളുണ്ട്. ആ നടപടികൾക്കനുസരിച്ച് മാത്രമേ ഏത് ഗവൺമെൻറ്റിനും നിശ്ചയിക്കാൻ പറ്റൂ. അത് മാത്രമേ കേരളത്തിൽ പിണറായി ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ളൂ.